ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 13-ാം അധ്യായം. നാരദ ഉവാച. കൽപസ്ത്വേവം പരിവ്രജ്യ ദേഹമാത്രാവശേഷിതഃ ഗ്രാമൈകരാത്രവിധിന നിരപേക്ഷശ്ചരേന്മഹീം. നാരദൻ അരുളി ചെയ്തു. വാനപ്രസ്ഥാശ്രമത്തിൽ ഇരുന്ന ശേഷം ശരീരശക്തിയും ബുദ്ധിശക്തിയുമുള്ള പക്ഷം പിന്നെ സന്യസിക്കണം. ശരീരമൊഴികെയുള്ള സകല പദാർത്ഥങ്ങളും ഉപേക്ഷിക്കണം. യാതൊന്നിലും ആഗ്രഹമുണ്ടായിരിക്കരുത്. ഒരു ഗ്രാമത്തിൽ ഒരു രാത്രിയിലധികം വസിക്കുന്നതല്ലെന്നുള്ള നിശ്ചയത്തോടെ ഭൂമിയിൽ സഞ്ചരിക്കണം. ബിഭ്രിയാദ്യസൗവാസഃ കൗപീനാച്ഛാദനം പരം തെക്തം ന ദണ്ഡലിംഗാദേഹേ അന്യത് കിഞ്ചിദനാപതി. കൗപീനം മാത്രമേ ധരിക്കാവൂ. വസ്ത്രം ധരിക്കുന്ന പക്ഷം കൗപീനത്തെ മറയ്ക്കുവാൻ മാത്രം മതിയായ വസ്ത്രത്തെ ധരിക്കാം. എല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ സന്യാസം സ്വീകരിച്ചത്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സുഖസാധനങ്ങളിൽ ഒന്നിനെയും സ്വസ്ഥാവസ്ഥയിൽ സ്വീകരിക്കരുത്. സന്യാസിയുടെ ചിഹ്നമായ ദണ്ഡം, കമണ്ഡലു എന്നിവ മാത്രം ധരിക്കാം. രോഗാദികൾ നിമിത്തം അസ്വാസ്ഥ്യം സംഭവിക്കുന്ന സമയത്തിൽ പുതയ്ക്കാൻ കമ്പിളി, ശയിപ്പാൻ ശയ്യ എന്നിവ വിരോധിക്കപ്പെടുന്നില്ല. ഏക ഏവ ചരേത് ഭിക്ഷുഃ ആത്മാരാമോ നപാശ്രയഃ സർവഭൂതസുഹൃശ്ചാന്തോ നാരായണപരായണഃ. ഭിക്ഷാന്നം കൊണ്ട് ശരീരരക്ഷ ചെയ്യണം. ആത്മാനന്ദത്തിൽ രമിക്കുന്നവനും അന്യരെ ആശ്രയിക്കാത്തവനും സർവഭൂതങ്ങളുടെ ഹിതം സങ്കല്പിക്കുന്നവനും രാഗാദിവൃത്തികൾ തീരെ വെടിഞ്ഞവനും സർവാത്മന ഭഗവാനെ ശരണം പ്രാപിച്ചവനുമായി ഏകനായി തന്നെ സഞ്ചരിക്കണം. പശ്യേതാത്മന്യതോ വിശ്വം പരേ സദസദോ വ്യയേ ആത്മാനാം ച പരം ബ്രഹ്മ സർവത്രം സദസന്മയേ. സത്ത് ജീവാത്മാവ്, അസത്ത് ശരീരം, കാര്യകാരണ സ്വരൂപമായി കാണപ്പെടുന്ന പ്രപഞ്ചം എന്നു സാരം. അതിൽ നിന്ന് വിട്ടിരിക്കുന്നതും അതിൻ്റെ ഉൽപ്പത്തി നാശങ്ങൾക്ക് കീഴ്പ്പെടാതെ സ്വതന്ത്രമായിരിക്കുന്നതാകയാൽ ഏതുകാലത്തും ഒരേ രീതിയിൽ ഗുണത്തിനും സ്വരൂപത്തിനും നാശമില്ലാത്തതുമായ ആത്മാവായ ശ്രീനാരായണനിൽ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ ഈ പ്രപഞ്ചം വസിക്കുന്നുവെന്നും കാര്യകാരണാത്മകമായ പ്രപഞ്ച ചരാചരങ്ങളിൽ എല്ലാം ആത്മാവും വസിക്കുന്നുവെന്നും കാണണം. ഓതപ്രോതമായ തന്തുവിൽ വസ്ത്രമെന്ന പോലെ പരമാത്മാവിൽ വിശ്വവും വിശ്വത്തിൽ പരമാത്മാവും ഇരിക്കുന്നുവെന്ന് കാണണം. സുപ്തപ്രബോധയോ സന്തൗ ആത്മനോ ഗതിമാത്മദൃക് പശ്യൻ ബന്ധം ച മോക്ഷം ച മായാമാത്രം ന വസ്തുതഃ. ബന്ധം പരമാർത്ഥമല്ല, ഉപാധി സംബന്ധം നിമിത്തം ഉള്ളതുപോലെ തോന്നുന്നുവെന്നു മാത്രമേയുള്ളൂ. ഉപാധി മായ കൊണ്ട് കാണപ്പെടുന്നതാകയാൽ വാസ്തവമല്ല. അതിനാൽ ബന്ധവും മുക്തിയും കൽപ്പിതമാണ്. അവിദ്യയുടെ സംബന്ധത്താൽ ഉണ്ടെന്ന് തോന്നിയ ബന്ധം വിദ്യയുടെ സംബന്ധത്താൽ നശിച്ചുവെന്നും തോന്നിയതല്ലാതെ വാസ്തവത്തിൽ ആത്മാവിന് ബന്ധമോ മോക്ഷമോ ഇല്ല എന്നാണ് ഈ ശ്ലോകം കൊണ്ട് സാധിക്കുന്നത്. അതിനെ അനുഭവപ്പെടുത്തുവാൻ യതി ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്ന രീതിയെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളിലും അവസ്ഥകളെ അതിക്രമിച്ചിരിക്കുന്ന നിലയിലും ആത്മസ്വരൂപത്തെ നിരൂപണം ചെയ്യുന്നു. ജാഗ്രത്തിലും സ്വപ്നത്തിലും ആത്മാവ് സ്ഥൂല സൂക്ഷ്മങ്ങളായ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളെ അനുഭവിക്കുന്നു, വ്യാപരിക്കുന്നു. സുഷുപ്തിയിൽ അജ്ഞാനത്താൽ ആവൃതമായിരിക്കുന്നു, ഒന്നും അറിയുന്നില്ല. ജാഗ്രത്തിൻ്റെയും സുഷുപ്തിയുടെയും സന്ധിയിൽ വിക്ഷേപണവും ആവരണവുമില്ലാതെ ജ്ഞാനാനന്ദ പ്രകാശ സ്വരൂപേണ വിളങ്ങുന്നു. ഇങ്ങനെ ആലോചിച്ചിട്ട് യതി ജീവാത്മാവും പരമാത്മാവും പരമാർത്ഥത്തിൽ ഒന്നു തന്നെ, ബന്ധവും മോക്ഷവും മായ മാത്രമാണ് എന്നറിഞ്ഞ് ആത്മാവിൽ തന്നെ രമിക്കുന്നു. നിദ്രയുടെ ആരംഭത്തിനു മുമ്പും ജാഗരത്തിൻ്റെ അവസാനത്തിലും രണ്ടിൻ്റെയും സന്ധിയിൽ യാതൊരു ഭാവമോ ആ ഭാവത്തെ തന്നെ ആത്മസ്വരൂപമായിട്ട് ഭാവിക്കുന്ന യതി സംസാരത്തിൽ നിന്ന് മുക്തനാകുന്നു. ആ വിധം ഭാവിക്കാത്തവർ മുക്തരല്ല. ഇപ്രകാരം ഭാവിച്ചിട്ട് ആത്മാവിനെ സർവത്ര കാണുന്നവനാകുന്നു യതി. നാഭിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വാസ്യ ജീവിതം കാലം പരം പ്രതീക്ഷേത ഭൂതാനാം പ്രഭവാപ്യയം. മരണം നിശ്ചിതം തന്നെ. അതിനെ ആഗ്രഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്നത് അറിവില്ലായ്മയാകുന്നു. ശരീരത്തിന് അസഹ്യമായ ദുഃഖം നേരിടുന്ന അവസരത്തിൽ മരണത്തെ അഭിനന്ദിക്കുന്നു.
വേഗം മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. ശരീരത്തിനും ബന്ധുജനങ്ങൾക്കും സൗഖ്യവും സമ്പദാദികളുടെ അഭിവൃദ്ധിയും ഉള്ളപ്പോൾ അജ്ഞന്മാർ ജീവിതത്തെ അഭിനന്ദിക്കുന്നു. അധികകാലം ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ചഞ്ചലമായ ജീവിതം എപ്പോൾ അവസാനിക്കുമോ അതപ്പോൾ തന്നെ അവസാനിക്കുന്നതല്ലാതെ ഇവരുടെ ആഗ്രഹം നിമിത്തം ജീവിതത്തിന് വിശേഷവിധിയായി ദൈർഘ്യം കൂടുകയില്ല. അതിനാൽ യതി ഈ രണ്ടു രീതിയെയും ആശ്രയിക്കാതെ ഭൂതങ്ങളുടെ ഉത്പത്തിയും ലയവും ഏതൊരു ശക്തിയെ ആശ്രയിച്ച് നടക്കുന്നുവോ ആ ശക്തിയെ, കാലശക്തിയെ കാത്തിരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. മരണത്തെയോ ജീവിതത്തെയോ വെറുക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് അജ്ഞതാവിലസിതമാകുന്നു. നാസച്ചാശ്രേഷു സജ്ജേത നോപജീവേത ജീവികാം വാദവാദാംസ്ത്യജേത് തർക്കാൻ പക്ഷം കംചന സംശ്രയേത്. നശ്വരങ്ങളായ ധനാദികളെ ആർജിക്കേണ്ട മാർഗങ്ങളെയും മറ്റും പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളെ അസശ്ചാസ്ത്രങ്ങളെന്ന് ആത്മജ്ഞന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളിൽ മനസ്സിരുത്താതിരിക്കണം. ശാസ്ത്രങ്ങളെ അഭ്യസിപ്പിച്ചിട്ട് ഉപജീവന മാർഗത്തെ ആശ്രയിക്കരുത്. വേദം അഭ്യസിപ്പിക്കാമെന്ന് മുമ്പ് പറഞ്ഞത് ഗൃഹസ്ഥാശ്രമിയെ ഉദ്ദേശിച്ചിട്ടാകയാൽ യതി ആ മാർഗത്തെ അംഗീകരിക്കുന്നത് വിഹിതമല്ല. ജൽപ്പം, വിദണ്ഡ എന്നിങ്ങനെ ബഹുവിധങ്ങളായ വാദങ്ങൾക്കാസ്പദമായ തർക്കയുക്തികളെ വിട്ടുകളയണം. നിർബന്ധപൂർവം ഒരു പക്ഷത്തെയും ആശ്രയിക്കരുത്. ന ശിഷ്യാനനുബന്ധീത ഗ്രന്ഥാനൈവാഭ്യസേത് ബഹൂൻ ന വാക്യാമുപയുഞ്ജീത നാരംഭാനാരഭേത് ക്വചിത്. കീർത്തിയെയോ ഉപജീവനത്തെയോ ഉദ്ദേശിച്ച് ശിഷ്യന്മാരെ സമ്പാദിക്കരുത്. അനേകം ഗ്രന്ഥങ്ങൾ അഭ്യസിക്കരുത്. ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം ചെയ്യാൻ പുറപ്പെടരുത്. മഠസ്ഥാപനം മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടരുത്. ഇതെല്ലാം വിക്ഷേപഹേതുക്കളാകയാൽ ശാന്തചിത്തനായിരിക്കാൻ ആഗ്രഹിക്കുന്ന യതിയുടെ പരമോദ്ദേശത്തെ വിഘ്നപ്പെടുത്തും. അതുകൊണ്ട് അവയെ വർജിക്കണമെന്ന് പറഞ്ഞത്. നയതേരാശ്രമപ്രായോ ധർമ്മഹേതുർമഹാത്മനഃ ശാന്തസ്യ സമചിത്തസ്യ ബിഭ്രിയാദുതവാ ത്യജേത്. യതികൾ രണ്ടു തരക്കാർ എന്നും സിദ്ധന്മാരെന്നും സാധകന്മാരെന്നും. സാധകന്മാർ അപരോക്ഷാനുഭൂതിയിൽ എത്തിയവരല്ല. അവർക്ക് ജ്ഞാനദാർഢ്യത്തിന് ഉപകരിക്കുന്ന വ്യാഖ്യാനമാദികളിൽ ഏർപ്പെടുന്നതിൽ അധിക വിരോധമില്ല. സിദ്ധന്മാർ ബ്രഹ്മഭൂതന്മാരാകയാൽ അവരുടെ ആശ്രമം ധർമ്മഹേതുവല്ല. യമാദികൾ സ്വതേ തന്നെ അവരെ ആശ്രയിച്ചിരിക്കും. നിയമാദികൾ അവർക്കാവശ്യമില്ല. സർവത്ര സമമായി വിളങ്ങുന്ന പരബ്രഹ്മത്തിൽ ചിത്തം സുസ്ഥിരമായതിനാൽ രാഗലോപാദിവൃത്തികൾ ആ ചിത്തത്തിൽ ഉദിക്കുകയില്ല. പരമശുദ്ധ ചിത്തരായ അവർ പരമഹംസന്മാരാകുന്നു. സന്യാസാശ്രമ ചിഹ്നമായ ദണ്ഡ്, കമണ്ഡലു മുതലായവ ലോകസംഗ്രഹാർത്ഥം വേണമെങ്കിൽ ധരിക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം. അതിനാൽ അവർ കൃതകൃത്യരായിരിക്കുന്നത് കൊണ്ട് ആ ആശ്രമത്തിലിരുന്ന് സമ്പാദിക്കേണ്ടതായ ധർമ്മം യാതൊന്നുമില്ല. പ്രായേണ എന്ന് പറഞ്ഞത് സാധകന്മാരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാകുന്നു. അവ്യക്തലിംഗോ വ്യക്താർത്ഥോ മനുഷ്യുന്മത്തബാലവത് കവിർമൂകവതാത്മാനം ന ദൃഷ്ട്യാ ദർശയേ നൃണാം. യോഗഭ്രഷ്ടന്മാരും യോഗികളെപ്പോലെ സഞ്ചരിക്കും. അതിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ സിദ്ധൻ്റെ, പരമഹംസൻ്റെ, സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറയുന്നു. ഏതു വർണ്ണത്തിൽ ഏതാശ്രമത്തിൽ ചേർന്നവൻ എന്ന് മറ്റുള്ളവർക്കറിയുവാനുള്ള ബാഹ്യലക്ഷണം ഉണ്ടായിരിക്കേയില്ല. പുരുഷാർത്ഥ സ്വരൂപനായ ഭഗവാനെ സാക്ഷാത്കരിച്ചവനാണെന്നുള്ള ലക്ഷണം സ്പഷ്ടമായി കാണപ്പെടും. എല്ലാം അറിഞ്ഞവനാണെങ്കിലും ഉന്മത്തൻ, ബാലൻ എന്നിവരെ പോലെയും മഹാവാഗ്മിയാണെന്നിരിക്കലും മൂകനെ പോലെയും ജനങ്ങളുടെ ദൃഷ്ടിക്ക് തൻ്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കണം. അത്രാപ്യുദാഹരന്തീമാം ഇതിഹാസം പുരാതനം പ്രഹ്ലാദസ്യ ച സംവാദം മുനേരാജകരസ്യ ച. പരമഹംസധർമ്മത്തെ ഇതിഹാസം കൊണ്ട് വിവരിക്കുന്നു. സിദ്ധന്മാരുടെ ധർമ്മം തന്നെയാണ് സാധകൻ അഭ്യസിക്കേണ്ടതെന്ന് കാണിക്കാൻ അജകരവൃത്തി അനുസരിച്ചിരുന്ന മുനിക്കും പ്രഹ്ലാദനും തമ്മിലുണ്ടായ സംവാദരൂപമായ ഈ ചരിതം വിദ്വാൻമാർ ഉദാഹരിക്കുന്നു. തം ശയാനം ദരോപസ്തേ കാവേര്യാം സഹ്യസാനുനി രജസ്വലേസ്തനൂദേശൈർ നിഗൂഢാമലതേജസം ദദർശലോകാൻ വിചരൻ ലോകതത്വവിഭിത്സയാ വൃതോ മാത്യൈകതിഭയൈഹി പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ. മുനിക്കും പ്രഹ്ലാദനും തമ്മിൽ നടന്ന പ്രസംഗത്തിൻ്റെ പ്രാരംഭം കാണിക്കുന്നു.
ഭഗവത് ഭക്തനായ പ്രഹ്ലാദൻ ലോകത്തിലുള്ള ജനങ്ങൾ ഏതേതു വിധം വ്യാപരിക്കുന്നു എന്നുള്ള ന്യായാന്യായ ഭേദങ്ങൾ നേരിട്ടു കണ്ടറിയുവാൻ ആഗ്രഹത്തോടുകൂടി ഏതാനും കുറേ മന്ത്രിമാരോട് ചേർന്ന് ലോകത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. സഹ്യപർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കാവേരി നദിയുടെ നന്നേ അരികത്തായി ആ മുനി വെറും നിലത്തിൽ ധൂളി പുരണ്ടിരിക്കുന്ന അവയവങ്ങളോട് കൂടിയവനാണെങ്കിലും അതിഗൂഢമായി പ്രകാശിക്കുന്ന മഹാനിർമ്മല പ്രകാശത്തോടുകൂടി ശയിക്കുന്നത് കണ്ടു. ഭഗവാന്റെ കാരുണ്യമുള്ളവർക്കല്ലാതെ ഈ മാതിരിയുള്ള പരമഹംസന്മാരെ കാണാൻ സാധിക്കുകയില്ല. പ്രഹ്ലാദൻ ഭഗവത് ഭക്തനായതുകൊണ്ടാണ് കാണാനിടയായത്. കർമ്മണാകൃതിഭിർവാച ലിംഗൈവർണാശ്രമാദിഭിഃ ന വിദന്തി ജനായം വൈ സോസാവിധി ന വേദി ച. പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ആകൃതി വിശേഷങ്ങൾ കൊണ്ടോ വർണ്ണാശ്രമാദികളെ അറിയിക്കുന്ന ചിഹ്നങ്ങൾ കൊണ്ടോ യാതൊരുവിനെ ജനങ്ങൾ ഇവൻ പരമഹംസനാണെന്ന് അറിയുകയില്ലയോ? പ്രവൃത്തിയാദികൾ ഒന്നുമില്ലാത്തതുകൊണ്ട് അവയവലക്ഷണങ്ങളെ ആസ്പദമാക്കി ഇന്നവനാണെന്ന് അറിയുവാൻ കഴിയുകയില്ലയോ? തം നത്വാഭ്യർച്ച്യ വിധിവത് പാദയോ ശിരസാ സ്പൃശൻ വിവിൽസുരിതമാപ്രാക്ഷീത് മഹാഭാഗവതോ സുരഃ. ആ വിധമിരിക്കുന്ന അദ്ദേഹത്തെ മഹാഭഗവത് ഭക്തനായ അസുരൻ വിധിപ്രകാരം നമസ്കരിച്ചു പൂജിച്ച് പാദങ്ങളിൽ ശിരസ്സുകൊണ്ട് സ്പർശിച്ചിട്ട് സത്യം അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇപ്രകാരം ചോദിച്ചു: ബിഭർഷികായം പീവാനം സോദ്യമോ ഭോഗവാൻ യഥാ വിത്തം ചൈവോദ്യമവതാം ഭോഗോ വിത്തവതാമിഹ ഭോഗിനാം ഖലു ദേഹോയം പീവാ ഭവതി നാന്യതാ. പ്രഹ്ലാദൻ ചോദിച്ചു: പ്രവൃത്തി ചെയ്തു സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുവനെന്ന പോലെ അങ്ങ് തടിച്ച ശരീരത്തോടു കൂടിയവനായിരിക്കുന്നു. പ്രവൃത്തി എടുക്കുന്നവർക്ക് മാത്രമേ ധനം ലഭിക്കുകയുള്ളൂ. ധനവാന്മാർക്ക് മാത്രമേ ഈ ലോകത്തിൽ സുഖഭോഗങ്ങളും സാധിക്കുകയുള്ളൂ. സുഖാനുഭവമുള്ളവരുടെ ശരീരം സ്ഥൂലിച്ചിരിക്കും. ആവിധം അനുഭവിക്കാത്തവരുടെ ദേഹം സ്ഥൂലിപ്പാൻ കാരണമില്ല. നദേശയാനസ്യ നിരുദ്യമസ്യ ബ്രഹ്മന്യുഹാർത്തോ യദയേവ ഭോഗഃ അഭോഗിനോയം തവ വിപ്രദേഹഃ പീവ യദസ്ത്വദനക്ഷമം ചേത്. ഹേ സർവജ്ഞനായുള്ളവനെ, യാതൊന്നിൽ നിന്ന് മാത്രമോ ഭോഗാനുഭവം ആ ധനം അങ്ങയ്ക്കില്ല നിശ്ചയം തന്നെ. ധനാഭാവത്തിൽ ഭോഗത്തിനും കാരണമില്ല. ധനമില്ലെന്നു നിശ്ചയിച്ചത് എങ്ങനെയെന്നാൽ അങ്ങ് യാതൊരു പരിശ്രമവും ചെയ്യുന്നില്ലല്ലോ. പരിശ്രമാഭാവത്തെ എങ്ങനെ അറിഞ്ഞു എന്നാൽ അങ്ങ് നിരന്തരം ശയിക്കുകയല്ലേ. അതിനാൽ പ്രവൃത്തിയില്ല. തന്നിമിത്തം ധനമില്ല, അതുകൊണ്ട് ഭോഗവുമില്ല. ഭോഗമില്ലാത്ത അങ്ങയുടെ ഈ ശരീരം തടിച്ചുമിരിക്കുന്നു. ഹേ വിപ്ര, ഇതിൻ്റെ കാരണം ഞങ്ങൾക്കു കേൾക്കാൻ വിരോധമില്ലെങ്കിൽ അരുളി ചെയ്യാൻ കൃപയുണ്ടാകണം. കവികൽപ്പോ നിപുണദൃക് ചിത്രപ്രിയഗതസമഃ ലോകസ്യ കുർവത കർമ്മ ശേഷേ തദ്വീക്ഷിതാപിവ. ധനാർജനാദി കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ സാമർഥ്യമില്ലാത്തവർ കൂടി ആവക വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നത് ലോക സ്വഭാവമായിരിക്കെ സമർത്ഥനായ അങ്ങ് ഉദാസീനനായിരിക്കാൻ എന്താണ് കാരണം? അങ്ങാകട്ടെ വിദ്വാനും പ്രവൃത്തി ചെയ്യുവാൻ സമർത്ഥനും എളുപ്പമാർഗത്തിൽ കാര്യത്തെ സഫലമാക്കാൻ മതിയായ ചാതുര്യമുള്ളവനും ലോകത്തെ രഞ്ജിപ്പിക്കാൻ ഉപകരിക്കുന്ന വിചിത്ര കഥകൾ പറയാൻ ബുദ്ധിശക്തിയുള്ളവനുമായിരിക്കുന്നു. ചുറ്റുമുള്ളവർ കർമ്മം ചെയ്യുന്നതിനെ കണ്ടുകൊണ്ടിരുന്നിട്ടും ഒന്നിലും ഏർപ്പെടാതെ ഉദാസീനനായിരിക്കാൻ എന്തു കാരണം എന്നരുളി ചെയ്യണം. നാരദ ഉവാച: സയിത്തം ദൈത്യപതിനാ പരിപൃഷ്ടോ മഹാമുനിഃ സ്മയമാനസ്തമഭ്യാഹ തദ്വാഗമൃതയന്ത്രിതഃ. ശ്രീനാരദൻ അരുളി ചെയ്തു: അസുരാധിപനായ പ്രഹ്ലാദൻ ഇപ്രകാരം വിനയപൂർവ്വം ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ്റെ വാക്കാകുന്ന അമൃതം മഹാനായ ആ മുനിയെ വശീകരിച്ചതിനാൽ മന്ദഹാസത്തോടുകൂടി അദ്ദേഹം ഈ വിധം മറുപടി പറഞ്ഞു: വേദേതമസുരശ്രേഷ്ഠ ഭവാൻ അന്വാര്യസമ്മതഃ ഈഹോ പരമയോർനൃണാം പദാന്യധ്യാത്മചക്ഷുഷ. ബ്രാഹ്മണൻ അരുളി ചെയ്തു: ഹേ അസുരശ്രേഷ്ഠ, സർവജ്ഞനാണെന്ന ആര്യന്മാർക്ക് സമ്മതനായിരിക്കുന്ന ഭവാൻ മനുഷ്യരുടെ പ്രവൃത്തി നിവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന ബലങ്ങളെ അന്തർദൃഷ്ടി കൊണ്ട് നന്നായി അറിയുന്നവനാകുന്നുവല്ലോ. യസ്യ നാരായണോ ദേവോ ഭഗവാൻ ഹൃദ്ഗത സദാ ഭക്ത്യാ കേവലയാജ്ഞാനം ദുനോദിദ്വാന്തമർക്കവത്. സർവജ്ഞത്വം എങ്ങനെ സിദ്ധിച്ചു എന്ന് കാണിക്കുന്നു. ബലകാംക്ഷയോടുകൂടാത്ത പരമപ്രേമലക്ഷണയായ ഭക്തി നിമിത്തം ലോകാനുഗ്രഹാദി ലീലകൾ നടത്തുന്ന ഭഗവാൻ ശ്രീനാരായണൻ എല്ലായ്പ്പോഴും അങ്ങയുടെ ഹൃദയത്തിൽ തന്നെ സ്ഥിതനായിട്ട്
സൂര്യൻ അന്ധകാരത്തെ എന്ന പോലെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ വസിക്കുന്നില്ലയോ? എന്തുകൊണ്ടാണ് എല്ലാവരുടെയും അജ്ഞാനത്തെ നശിപ്പിക്കാത്തത് എന്നു സംശയം ജനിക്കാം. എല്ലാ മരത്തടികളിലും വസിക്കുന്ന അഗ്നി മരത്തടികളെ ദഹിപ്പിക്കുന്നതല്ല. മദനത്താൽ ഉജ്ജ്വലിപ്പിച്ചുവെങ്കിൽ ആ അഗ്നി മരത്തടിയെ ദഹിപ്പിക്കും. അതുപോലെ അഹൈതുകിയായ ഭക്തിയാൽ ശ്രീനാരായണനെ പ്രസാദിപ്പിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുകയും അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുകയും ചെയ്യും. സർവഗതമായ അഗ്നി അന്ധകാരത്തിന് വിരോധിയല്ല. ഉപാധിയിൽ പ്രകാശിക്കുമ്പോൾ അന്ധകാരത്തെ നശിപ്പിക്കും. അങ്ങനെ അനുഗ്രഹിക്കുന്നതാണ് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്ന ലീല. അഥാഭിബ്രൂമഹേ പ്രശ്നാം സ്തവരാജൻ യഥാശ്രുതം സംഭാഷണീയോ ഹി ഭവാൻ ആത്മനഃശുദ്ധിമിച്ഛതാം. ഹേ രാജൻ, അങ്ങ് സർവം അറിയുന്നുവെങ്കിലും അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഗുരുവിൽ നിന്നു കേട്ടതിനെ അനുസരിച്ച് മറുപടി പറയാം. അന്ധകരണ പരിശുദ്ധിയെ ആഗ്രഹിക്കുന്നവർ അങ്ങയോട് സംഭാഷണം ചെയ്യേണ്ടതാകുന്നു. ഭഗവത് ഭക്തന്മാരോടുള്ള സംഭാഷണം അന്ധകരണ ശുദ്ധിക്ക് കാരണമായിരിക്കയാൽ സംഭാഷണം ചെയ്യുന്നതിൽ തനിക്കിഷ്ടമുണ്ട് എന്നും സൂചിപ്പിച്ചു. തൃഷ്ണയാ ഭവവാഹിന്യ യോഗ്യൈ കാമൈരപൂരയ കർമാണി കാര്യമാണോഹം ജ്ഞാനായോനിഷു യോജിതഃ. ജനനമരണങ്ങൾക്ക് നാശം വരുത്താതെ സംസാരകാര്യത്തെ നിലനിർത്തുന്നത് ആഗ്രഹമാകുന്നു. എത്രത്തോളം യോഗ്യങ്ങളായ വിഷയങ്ങളെ ആഗ്രഹിച്ചാലും ആ വിഷയങ്ങളുടെ ലാഭത്തിൽ തൃപ്തിപ്പെടാതെ ഉടനെ ഉപരിവിഷയങ്ങളെ കാമിക്കുന്നത് ആഗ്രഹത്തിൻ്റെ സ്വഭാവമാകയാൽ തൃഷ്ണാനദി എന്നും കരകവിഞ്ഞൊഴുകുന്നില്ല. സാധാരണ നദികൾ വർഷകാലത്തിൽ നിറയും. ഈ നദി എന്നും നിറയാത്തതാകുന്നു. ആ തൃഷ്ണാനദിയിൽ അകപ്പെട്ടൊഴുകിക്കൊണ്ടിരുന്ന ഞാൻ അതിൻ്റെ കരയണയുവാനുള്ള ആഗ്രഹത്താൽ ബഹുവിധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. ആ കർമ്മങ്ങളുടെ ബലാനുഭവത്തിന് ഉചിതകളായ അനേക യോനികളിൽ ജനിക്കേണ്ടതായിട്ടും വന്നു. നദീപ്രവാഹത്തിൽ അകപ്പെട്ടവനെ ആ പ്രവാഹം പാറകളിലും മറ്റു പല ദുർഘടസ്ഥാനങ്ങളിലും കൊണ്ടുചേർത്ത് ദുഃഖിപ്പിക്കുന്നത് പോലെ തൃഷ്ണാരൂപമായ നദി എന്നെ ഉച്ചനീച യോനികളിൽ ജനിപ്പിച്ചു, വളരെ ക്ലേശിപ്പിച്ചു. യദൃച്ഛയാ ലോകമിമം പ്രാപിത കർമ്മഭിർഭ്രമൻ സ്വർഗാപവർഗയോർദ്വാരം തിരശ്ചാം പുനരസ്യജ. നദിയിൽ ഒഴുകിപ്പോകുന്നവനെ ആ നദീപ്രവാഹം എതിർച്ചയ ബുദ്ധിമുട്ടുകൂടാതെ വിശ്രമിപ്പാൻ യോഗ്യമായ ഒരു മണൽത്തിട്ടിന്മേലെ യോജിപ്പിക്കുന്നതുപോലെ കർമ്മഫലങ്ങളനുസരിച്ച് നാനായോനികളിൽ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്ന എന്നെ ഏതോ വിധത്തിൽ ആ കർമ്മം തന്നെ ഈ മനുഷ്യയോനിയെ പ്രാപിപ്പിച്ചു. ഇതിൽ ജനിച്ചവൻ പുണ്യകർമ്മത്താൽ സ്വർഗത്തെയും ജ്ഞാനഭക്തിയോഗങ്ങളാൽ മോക്ഷത്തെയും പാപകർമ്മങ്ങളാൽ തിര്യക്കുകളുടെ യോനിയെയും മിശ്രകർമ്മങ്ങളാൽ വീണ്ടും മനുഷ്യയോനിയെയും പ്രാപിക്കും. അത്രാഭിദമ്പതീനാം ച സുഖായാന്യാപനുത്തയേ കർമാണി കുർവതാം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യയം. ഈ മനുഷ്യരിൽ തന്നെ സുഖം സിദ്ധിപ്പാനും ദുഃഖമില്ലാതിരിക്കുന്നതിനും വേണ്ടി ദാമ്പത്യധർമ്മത്തെ അവലംബിച്ചു കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഉദ്ദേശത്തിന് വിപരീതമായ ഫലം അനുഭവപ്പെടുന്നത് കണ്ടിട്ട് ഞാൻ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കുന്നില്ലെന്നു മാത്രമല്ല, വിപരീത ഫലങ്ങൾ വന്നുചേരുകയും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് സമുചിതമല്ലെന്നുള്ള നിശ്ചയ നിമിത്തം ഞാൻ വിരക്തനായി ഭവിച്ചിരിക്കുന്നു. സുഖമസ്യാത്മനോരൂപം സർവേഹോപരതിസ്തനുഃ മനഃസംസ്പൃശജാൻ ദൃഷ്ട്വാ ഭോഗാൻ സ്വപ്സ്യാമി സംവിശൻ. സർവേശ്വരാംശമായിരിക്കുന്ന ഈ ജീവാത്മാവിൻ്റെ സ്വരൂപം തന്നെ സുഖമാകുന്നു. എന്നാൽ അതെന്തുകൊണ്ടാണ് എപ്പോഴും ആ വിധത്തിൽ അനുഭവപ്പെടാതിരിക്കുന്നതെന്ന് ശങ്കിക്കേണ്ട. സർവകർമ്മങ്ങളിൽ നിന്നും എപ്പോൾ തീരെ വിട്ടിരിക്കുന്നുവോ അപ്പോൾ ആ സുഖം അനുഭവരൂപേണ വിളങ്ങും. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ എല്ലാവർക്കും സുഖം അനുഭവപ്പെടുന്നത്. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും കർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് സ്വരൂപസുഖം ആ കർമ്മജന്യ വിക്ഷേപങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. കർമ്മങ്ങൾ നിമിത്തം ചിലപ്പോൾ ഉണ്ടാകുന്ന സുഖങ്ങൾ മനസ്സിൻ്റെ പ്രേരണ നിമിത്തം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ കൂടി മനസ്സിന് ലഭിക്കുന്ന ക്ഷണകാല ശാന്തിരൂപമാകുന്നു. ഉദ്ദിഷ്ട വിഷയം ലഭിച്ചുവെന്ന് അഭിമാനിക്കുന്ന ആ ക്ഷണത്തിൽ മനസ്സ് യാതൊരു ചലനവുമില്ലാതെ അടങ്ങുന്നു. ആ മനസ്സിൽ അപ്പോൾ ആത്മസ്വരൂപമായ സുഖം സ്ഫുരിക്കുന്നു. ഉടനെ മനസ്സു ചലിക്കുന്നതിനാൽ ആ സുഖവും അനുഭവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. ഇതാണ് വിഷയികളുടെ ക്ഷണിക സുഖമെന്നറിഞ്ഞതിനാൽ ഞാൻ പ്രാരബ്ധഭോഗങ്ങൾ അനുഭവിച്ചും കൊണ്ട് ഒരു ദിക്കിൽ തന്നെ ഇരുന്ന് മനസ്സിനെ ചലിപ്പിക്കാതെ ആത്മസ്വരൂപസുഖം അനുഭവിച്ചും കൊണ്ട് ആത്മസുഖ വിരോധികളായ ബാഹ്യകർമ്മങ്ങളിൽ പ്രവേശിക്കാതെ ഇരിക്കുകയാകുന്നു. ഇത്യേതദാത്മനസ്വാർത്ഥം
സന്തം വിസ്മൃത്യ വൈ പുമാൻ വിചിത്രാമസതി ദ്വൈതേ ഘോരാമാപ്നോതി സംസൃതിം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ലോകം കർമ്മത്തിൽ ഏർപ്പെട്ടു കാണപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ആത്മവിസ്മൃതി രൂപമായ അജ്ഞാനം തന്നെ കാരണം എന്ന് ഉത്തരം പറയുന്നു. മേൽവിവരിച്ച വിധം ഈ ജീവാത്മാവിൻ്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്ന സുഖരൂപമായ പരമപുരുഷാർത്ഥത്തെ മറന്നിട്ടു തന്നെയാകുന്നു പുരുഷൻ പരമാർത്ഥമല്ലാത്ത പ്രപഞ്ചത്തിൽ നാനാവിധത്തിൽ ഇരിക്കുന്നതും ജനനമരണാദി ക്ലേശ കാരണമായതിനാൽ ഭയജനകവുമായ സംസാരത്തെ പ്രാപിക്കുന്നത്. ആത്മാവ് സുഖസ്വരൂപമെന്നതിനെ മറന്നതുതന്നെ സംസാര കാരണമായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ മുഖ്യഹേതു. ജലം തദുദ്ഭവൈശ്ചന്നം ഹിത്വാജ്ഞോ ജലകാമ്യയാ മൃഗതൃഷ്ണാമുപാതാവേത് യഥാന്യത്രാർത്ഥദൃക്സ്വതഃ. ആത്മസ്വരൂപമായ സുഖത്തെ അറിയാത്തതുകൊണ്ടാണ് വിഷയങ്ങളിൽ സുഖത്തെ തിരയുന്നതെന്ന് പറഞ്ഞതിനെ ദൃഷ്ടാന്തപ്പെടുത്തുന്നു. ജലത്തിൽ നിന്ന് മുളച്ചുണ്ടായ ചണ്ടി, കുഴിതാളി മുതലായ തൃണവർഗ്ഗങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ജലത്തെ, അന്തർഭാഗത്തിലുള്ള ജലത്തെ അറിയുവാൻ അസമർത്ഥനായ പുരുഷൻ ജലാർത്ഥിയായി മരുമരീചികയുടെ പിന്നാലെ ഓടുന്നതുപോലെ സുഖസ്വരൂപമായ ആത്മാവിനെ അറിയാതെ ഒരു കാലത്തും സുഖാസ്പദമല്ലാതിരിക്കുന്ന ബാഹ്യലോകത്തിൽ സുഖബുദ്ധിയോടുകൂടി ലോകം നിരന്തരം പ്രയത്നിക്കുന്നു. അജ്ഞതാവിലാസമെന്നു മാത്രമല്ലാതെ മറ്റെന്തു പറയാം? ജലം ചണ്ടിയാൽ എന്ന പോലെ സ്വരൂപാനന്ദം ദേഹേന്ദ്രിയാദികളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ മറവിനെ നീക്കം ചെയ്താൽ യഥാർത്ഥാനന്ദം അനുഭവപ്പെടും. ദേഹാദിഭിർദൈവതന്ത്രൈർ ആത്മന സുഖമീഹതഃ ദുഃഖാത്യയം ചാനീശസ്യ ക്രിയാമോഘാ കൃതാകൃതാഃ. കർമ്മപരിശ്രമം വിട്ടിരിക്കാൻ കാരണം പറഞ്ഞതിൽ പിന്നെ വിപരീതഫലം കർമ്മങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞ സംഗതി തന്നെ വിസ്തരിക്കുന്നു. പുണ്യപാപകർമ്മ ശക്തികൾക്ക് അധീനങ്ങളായിരിക്കുന്ന ദേഹേന്ദ്രിയാന്തകരണങ്ങളെക്കൊണ്ട് തനിക്ക് സുഖത്തെയും ദുഃഖനിവൃത്തിയെയും വരുത്തുവാൻ ഇച്ഛിച്ച് പണിചെയ്യുന്ന പുരുഷൻ സ്വതന്ത്രനല്ലാത്തതുകൊണ്ട് അവൻ്റെ ആരംഭങ്ങൾ പലപ്പോഴും ഉദ്ദിഷ്ടബലത്തെ ജനിപ്പിക്കാതെ നിഷ്പ്രയോജനങ്ങളായി ഭവിക്കുന്നു. ആധ്യാത്മികാദിഭിർദുഃഖൈരവിമുക്തസ്യ കർഹിചിത് മർത്യസ്യ കൃച്ഛ്രപോനതൈഃ അർത്ഥൈകാമൈ ക്രിയേത കിം. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന 3 വിധ ദുഃഖങ്ങൾ ഒരു സമയത്തും വിട്ടുപിരിയാതെ ഇരിക്കുന്നതുകൊണ്ട് മരിക്കുന്ന സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന പുരുഷന് ക്ലേശിച്ചു സമ്പാദിക്കുന്ന ധനങ്ങളും അവയാൽ ശേഖരിക്കപ്പെടുന്ന ഭോഗങ്ങളും എന്തു സുഖത്തെ ജനിപ്പിക്കും? രോഗാദികൾ നിമിത്തവും മരണത്താലും വിഷയഭോഗത്തിന് തന്നെ അവസരമില്ലാതിരിക്കയാൽ അർത്ഥാദികളും സുഖജനകങ്ങളല്ല. പശ്യാമി ധനിനാം ക്ലേശം ലുബ്ധാനാമജിതാത്മനാം ഭയാദലബ്ധനിദ്രാണാം സർവതോപി വിശങ്കിനാം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം ധനികർക്കുണ്ടായിരിക്കുകയില്ല. അധികം ആഗ്രഹിച്ചും കൊണ്ട് വ്യാപാരങ്ങളിൽ ഏർപ്പെടും. അതിനു കാരണം അവർ മനസ്സിനെ ജയിച്ചവരല്ല. ധനാദികളെ ആരാനും അപഹരിക്കുമോ എന്നുള്ള ഭയം നിമിത്തം രാത്രിയിൽ നിദ്രാസുഖം പോലും അവർക്കുണ്ടാകുന്നില്ല. പുത്രമിത്രാദികൾ ധനരക്ഷയ്ക്കായി ഉണ്ടായിരിക്കയില്ലയോ എന്നും വിചാരിക്കേണ്ട. എല്ലാവരെയും ശങ്കിക്കുന്നത് അവരുടെ സ്വഭാവമാകുന്നു. ഈ വക സംഗതികളാൽ സ്വതേ ധനികന്മാരായവർക്കും ക്ലേശമുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ധനം ദുഃഖാസ്പദമാണെന്ന് ധരിക്കണം. രാജതശ്ചോരതഃശത്രോഃ സ്വജനാത്മശുഭക്ഷിതഃ അർത്ഥിഭ്യകാലതസ്വസ്മാത് നിത്യം പ്രാണാർത്ഥവദ്ഭയം. പ്രാണനിലും അർത്ഥത്തിലും ആഗ്രഹം വെച്ചിരിക്കുന്നവർക്ക് രാജാവ്, കള്ളന്മാർ, ശത്രുക്കൾ, സ്വജനം, പശുക്കൾ, പക്ഷികൾ, യാചകർ, കാലം, സ്വശരീരം എന്നിവയിൽ നിന്ന് എപ്പോഴും ഭയം തന്നെ. ശോകമോഹഭയക്രോധരാഗക്ലൈബ്യശ്രമാദയഃ യന്മൂലാസ്യുർനൃണാം ജഹ്യാ സ്പൃഹാം പ്രാണാർത്ഥയോർബുധഃ. നാശം നേരിടുമ്പോൾ ദുഃഖം, സ്വാധീനത്തിലിരിക്കുമ്പോൾ വർദ്ധിപ്പിക്കണമെന്നുള്ള മോഹവും ഭയവും, അപഹരിക്കാൻ ഭാവിക്കുന്നവരുടെ നേരെ ക്രോധം, അവരെ എതിർക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ ദൈന്യം, ആർജനാവസരത്തിൽ പരിശ്രമം, വിരോധികളിൽ മത്സരം മുതലായവ യാതൊരു ധനത്തിൽ നിന്ന് മനുഷ്യർക്കുണ്ടാകുന്നുവോ ആ ധനത്തിലും പ്രാണനിലുമുള്ള ആഗ്രഹത്തെ വിദ്വാൻ ഉപേക്ഷിക്കണം. മധുകാരമഹാസർപ്പൗ ലോകേസ്മിന്നോ ഗുരുത്തമൗ വൈരാഗ്യം പരിതോഷം ച പ്രാപ്തായച്ചിക്ഷയാ വയം. ഇപ്രകാരം അനർത്ഥങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ലോകത്തിൽ ആരും വിരക്തന്മാരാകുന്നില്ല. കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുന്നതുമില്ല.
അങ്ങേക്ക് വിരക്തിയും സന്തുഷ്ടിയും എങ്ങനെ സിദ്ധിച്ചു എന്നുള്ള ആകാംക്ഷയ്ക്ക് മറുപടി പറയുന്നു. ഈ ലോകത്തിൽ തേനീച്ചയും അജഗരമെന്ന് പറയപ്പെടുന്ന മഹാസർപ്പവും ഞങ്ങളുടെ ഗുരുശ്രേഷ്ഠന്മാരാകുന്നു. അവരുടെ വൃത്തിയെക്കുറിച്ച് നിരൂപണം ചെയ്തതിനാൽ വിരക്തിയും യഥാലാഭ സന്തോഷവും ഞങ്ങൾക്കു ലഭിച്ചു. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെയുള്ള മറ്റു ചിലർക്കും ഈ വിധം ലഭിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ ഞങ്ങളെന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നു. വിരാഗ സർവകാമേഭ്യഃ ശിക്ഷിതോ മേ മധുവ്രതാദ് കൃച്ഛ്രാപ്തം മധുവദ്വിത്തം ഹത്വാപ്യന്യോ ഹരേത് പദീം. തേനീച്ചയിൽ നിന്ന് ഞാൻ സർവ്വകാമങ്ങളിൽ നിന്നും വിരക്തി അഭ്യസിച്ചു. തേനീച്ച ഓരോ പുഷ്പങ്ങളിൽ നിന്ന് അല്പാൽപമായി ശേഖരിച്ചു വെച്ച തേൻ മറ്റുള്ളവർ അപഹരിക്കുന്നു. അതിനുവേണ്ടി ആ പദാർത്ഥത്തെ ശേഖരിച്ചു വെച്ച ഈച്ചകളെ കൊല്ലുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കഷ്ടപ്പെട്ടു ശേഖരിക്കുന്ന ധനത്തെ ഉടമസ്ഥനെ ഹനിച്ചിട്ടും അന്യൻ അപഹരിക്കും. ആത്മനാശത്തിന് കാരണമായ സമ്പാദ്യം അനർത്ഥകരമാണെന്ന് നിശ്ചയിച്ച ഞാൻ വിഷയസമ്പാദനങ്ങളിൽ നിന്ന് വിരക്തനായിരിക്കുന്നു. അനീഹ പരിതുഷ്ടാത്മാ യദൃച്ഛോപനദാദഹം നോ ചേച്ഛയേ ബഹ്വഹാനി മഹാഹിരിവസത്വവാൻ. അജഗരമെന്ന മഹാസർപ്പം ആഹാരാർത്ഥം പ്രയത്നം ചെയ്യാറില്ല. അരികത്തു വന്ന ജീവിയെ പിടിച്ചു തിന്നും. വന്നില്ലെങ്കിൽ സമാധാനത്തോടെ വളരെ നാൾ അതേ നിലയിൽ അതേ സ്ഥലത്തു ശയിക്കും. അതുപോലെ ഞാനും ജീവിതത്തെ ഉദ്ദേശിച്ച് യാതൊന്നും പ്രവർത്തിക്കാതെയും എതിർച്ചയായി ലഭിക്കുന്നതിൽ സന്തോഷിച്ച മനസ്സോടുകൂടിയും ലഭിക്കാഞ്ഞാൽ ധൈര്യം അവലംബിച്ചും ബഹുദിവസങ്ങളിൽ ശയിക്കുകയും ചെയ്യുന്നു. ക്വചിദൽപം ക്വചിത് ഭൂരി പുഞ്ചേനം സ്വാദ്വസാധുവാ ക്വചിത് ഭൂരി ഗുണോപേദം ഗുണഹീനമുദ ക്വചിത്. സ്ഥൗല്യ കാരണം സന്തോഷം തന്നെയെന്ന 6 ശ്ലോകങ്ങൾ കൊണ്ട് വിസ്തരിച്ചു പറയുന്നു. ചിലപ്പോൾ അല്പമായും ചിലപ്പോൾ അധികമായും സ്വാദുള്ളതായും ഇല്ലാത്തതായും അധിക ഗുണത്തോടുകൂടിയും ഒട്ടും ഗുണത്തോടു കൂടാതെയും ലഭിക്കുന്നത് ഭുജിക്കും. ശ്രദ്ധയോപാഹൃതം ക്വാപി കഥാചിന്മാനവർജിതം ഭുഞ്ജേ ഭുക്ത്വാദ കസ്മിംശ്ചിത് ദിവാനക്തം യദൃച്ഛയാ. ചില സ്ഥലത്ത് ചിലർ ശ്രദ്ധയോടെ നൽകും, ചിലപ്പോൾ അശ്രദ്ധയോടുകൂടിയും തരും. ഏതുവിധം തരുന്നുവെന്ന് നോക്കാതെ ഭക്ഷിക്കും. ചിലപ്പോൾ പകൽ സമയത്ത് മാത്രമായിരിക്കും ഭക്ഷണം കിട്ടുക, രാത്രിയിൽ ഇല്ലാതെ വരും. ചിലപ്പോൾ രാത്രി ലഭിക്കും, പകൽ സമയത്ത് കിട്ടാതെ വരും. ചിലപ്പോൾ എതിർച്ചയാ വീണ്ടും ഭുജിക്കും. ക്ഷൗമം ദുകൂലമജിനം ചീരം വൽക്കലമേവ വാ വസേന്യദ്യപി സംപ്രാപ്തം ദൃഷ്ടഭുക്തുഷ്ടധീരഹം. ഭക്ഷണം എന്ന പോലെ തന്നെ വസ്ത്രവും, ചിലപ്പോൾ ശുഭ്രമായ വസ്ത്രം, ചിലപ്പോൾ പട്ടാമ്പരം, ചിലപ്പോൾ കൃഷ്ണമൃഗത്തിൻ്റെ തോൽ, ചിലപ്പോൾ മരവുരി. എന്തു കിട്ടുന്നുവോ അതുകൊണ്ട് ശരീരത്തെ ആച്ഛാദനം ചെയ്യും. പ്രാരബ്ധാനുസരണം വന്നുചേരുന്നതിനെ അനുഭവിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവനാണ് ഞാൻ. ക്വചിച്ഛയേതരോപസ്ഥേ തൃണവർണാശ്മഭസ്മസു ക്വചിത് പ്രാസാദപര്യങ്കേ കശിബോ വാ പരേച്ഛയാ. ശയനവും അതുപോലെ തന്നെ. ചിലപ്പോൾ ചില ദിക്കിൽ വെറും നിലത്ത് പുല്ലോ ഇലയോ ഭസ്മമോ ഉള്ള സ്ഥലത്തിൽ കിടക്കും. ചിലപ്പോൾ അന്യർ മാളിക മുകളിൽ കട്ടിലും ശയനവും തയ്യാറാക്കി അതിന്മേൽ കിടത്തും. അവരുടെ ഇച്ഛാനുസരണം കിടക്കും. ക്വചിസ്നാദോനുൽപിതാംഗഃ സുവാസാസ്രഗ്യലങ്കൃതഃ രഥേ ബാശ്വൈശ്ചരേ ക്വാപി ദിഗ്വാസാഗ്രഹവദ്ദിഭോ. എല്ലാം അറിയുന്ന ഹേ പ്രഹ്ലാദ, ചില ദിക്കിൽ ചെന്നാൽ ചിലർ എന്നെ സ്നാനം ചെയ്യിച്ച് സുഗന്ധദ്രവ്യങ്ങൾ ദേഹത്തിൽ പൂശി ശോഭന വസ്ത്രം ധരിപ്പിച്ച് മാലകൾ കൊണ്ട് അലങ്കരിച്ച് തേർ, ആന, കുതിര എന്നിവയിൽ ഇരുത്തി സഞ്ചരിപ്പിക്കും. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കും. ചിലപ്പോൾ പിശാചിനെ പോലെ നഗ്നനായിട്ടും സഞ്ചരിക്കും. നാഹം നിന്ദേന ചസ്തൗമി സ്വഭാവവിഷമം ജനം ഏതേഷാം ശ്രേയ ആശാസേ ഉദൈകാത്മ്യം മഹാത്മനി. സൽക്കരിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യുന്ന ജനത്തെ ഞാൻ സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സത്വാദി ഗുണങ്ങളുടെ പ്രേരണ നിമിത്തം അങ്ങനെ ബഹുവിധത്തിൽ പ്രവർത്തിക്കുന്നത് അവരുടെ പ്രകൃതിയാകുന്നു. അവർക്കെല്ലാവർക്കും അപരിച്ഛിന്ന സ്വരൂപനായ ഭഗവാനിൽ ഐക്യരൂപമായ ശ്രേയസ്സുണ്ടാവാൻ ഞാൻ അനുഗ്രഹിക്കുക മാത്രം ചെയ്യുന്നു. വികൽപ്പം ജുഹുയാ ചിത്തൗ താം മനസ്യർത്ഥ വിഭ്രമേ മനോവൈകാരികേ ഹുത്വാ തം മായായാം ജുഹോത്യനു. സ്വവൃത്താന്തം പറഞ്ഞതിൽ പിന്നെ മറ്റുള്ളവരും ഈ നിലയിലെത്തുവാൻ ഉപകരിക്കുന്ന ഉപായത്തെ കാരുണ്യനിമിത്തം വെളിപ്പെടുത്തുന്നു. ജാതിഭേദം, രൂപഭേദം എന്നിവയെ ഭാവിക്കുന്ന സ്വഭാവമായ വികൽപ്പത്തെ, ഭേദഭാവനയെ ചിത്തവൃത്തിയിൽ ഹോമിക്കണം. ഭേദം സ്വതേയുള്ളതല്ല, ഇല്ലാത്തതാണ്. ഉണ്ടെന്ന് കൽപ്പിക്കുന്നത് ചിത്തത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ദൃഢമായി ഉറയ്ക്കണം.
അങ്ങനെ ഉറയ്ക്കുന്നതായ പ്രവൃത്തിയെ ദേഹം, ആത്മാവ് എന്നീ പദാർത്ഥങ്ങളെ ശരിയല്ലാത്ത വിധത്തിൽ ധരിക്കുന്ന മനസ്സിൽ ഹോമിക്കണം. ഒന്നിനെ മറ്റൊന്നായിട്ട് നിശ്ചയിക്കുന്നത് മനസ്സിൻ്റെ സ്വഭാവമാണെന്ന് നിശ്ചയിക്കണം. ആ മനസ്സിനെ സാത്വികാഹങ്കാരത്തിൽ ഹോമിക്കണം. സത്വഗുണത്തിൻ്റെ പരിണാമമാണ് മനസ്സെന്നും അതിൽ ചിത് പ്രതിബിംബം നിമിത്തം ചലനശക്തി അതിനു ലഭിച്ചതാണെന്നും നിശ്ചയിക്കണം. ആ അഹങ്കാരത്തെ മഹത്തത്വത്തിലും ആ മഹത്തത്വത്തെ മായയിലും ഹോമിക്കണം. ആത്മാനുഭൂതൗ താം മായാം ജുഹുയാത് സത്യദൃങ്മുനിഃ തതോ നിരീഹോ വിരമേത് സ്വാനുഭൂത്യാത്മനിസ്ഥിതഃ. വിചാരത്താൽ അനുഭവപ്പെടുന്ന ആത്മാവിൽ ആ മായയെ ഹോമിക്കണം. ആത്മാവ് തന്നെ പരമാർത്ഥ വസ്തുവെന്നറിഞ്ഞതിൽ പിന്നെ സ്വയമേവ പ്രകാശിക്കുന്ന ആ ആത്മസ്വരൂപനായിട്ട് തന്നെ ഇരിക്കണം. അതിൽ പിന്നെ ചെയ്യേണ്ടതായ കർമ്മങ്ങളൊന്നുമില്ലെന്ന് അനുഭവമുണ്ടായതിനാൽ പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കണം. സ്വാത്മവൃത്തം മയേത്തം തേ സുഗുപ്തമഭിവർണിതം വ്യഭേദം ലോകശാസ്ത്രാഭ്യാം ഭവാൻ ഹി ഭഗവത് പ്രിയഃ. എൻ്റെ ചരിത്രം ലോകമര്യാദയെയും ശാസ്ത്രമര്യാദയെയും അതിക്രമിച്ചതാണെന്ന് മന്ദബുദ്ധികൾക്ക് തോന്നും. തത്വജ്ഞന്മാർക്കാകട്ടെ ആ വിധം തോന്നുകയില്ല. സത്യനില ഇതാണെന്ന് അവരറിയും. അതിനാൽ ഞാൻ ഈ സൂക്ഷ്മത്തെ എല്ലാവരോടും പറയാതെയും സ്പഷ്ടമാക്കാതെയും ഏറ്റവും രഹസ്യമായി വച്ചിരിക്കുന്നു. ഭവാൻ ഭഗവത് പ്രിയനായതുകൊണ്ട് ആദരിപ്പാൻ യോഗ്യനാണല്ലോ, അതുകൊണ്ട് അങ്ങയോട് ഈ വിധം വിസ്തരിച്ചു പറഞ്ഞതാകുന്നു. നാരദ ഉവാച ധർമ്മം പാരമഹംസ്യം വൈ മുനെ ശ്രുത്വാ സുരേശ്വരഃ പൂജയിത്വാ തദപ്രീത ആമന്ത്രേ പ്രയയോ ഗൃഹം. ശ്രീനാരദൻ അരുളിച്ചെയ്തു, അസുരേശ്വരനായ പ്രഹ്ലാദൻ ആ മുനിയിൽ നിന്ന് പരമഹംസന്മാരനുഷ്ഠിക്കുന്ന ധർമ്മരഹസ്യം അറിഞ്ഞതിനാൽ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ പൂജിച്ചു യാത്ര പറഞ്ഞ് ആ സ്ഥലം വിട്ട് സ്വഗൃഹത്തെ പ്രാപിച്ചു. 13-ാമത്തെ അധ്യായം സമാപിച്ചു. 14-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.